ആ ഓക്കെ. ഞാൻ കുറച്ചു മുന്നേ അറിയാതെ റെക്കോർഡിംഗ് ആണ് ക്ലോസ് ചെയ്തത്. പറഞ്ഞോ. ഞാൻ പറഞ്ഞ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേ നമുക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജ് ടാബ് വിൻഡോ എന്റയർ സ്ക്രീൻ ഇങ്ങനെ 3 അല്ലേ കാണിക്കുന്നത്? ചെയ്താ നോർമലി എടുക്കുന്നത് എന്റെ സ്ക്രീൻ എടുത്തിട്ട് എനിക്ക് ഷെയർ എന്നുള്ളത് അത് കാണിക്കുന്നില്ല. അത് എനിക്ക് എനേബിൾ ആയിട്ട് വരുന്നില്ല. അതെന്താ? ഇപ്പൊ എന്റെ ഷെയർ ആയെന്ന് തോന്നുന്നുണ്ടോ? ഷെയർ ആയല്ലോ. ഷെയർ ആയോ? എനിക്ക് കാണാനുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും കാണാവോ? ബാക്ക്ഗ്രൗണ്ട് കാണാം. കാണാല്ലേ? ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് കാണാവോ? ഞാൻ ഗൂഗിൾ എടുത്തോണ്ട് ഒരു ക്രോം ഓൺ ആയി വന്നു, കണ്ടോ? കാണാനുണ്ട്. നേരത്തെ ഇത് കാണത്തില്ലായിരുന്നല്ലേ? ചേച്ചി പറയത്തില്ല കാണുമായിരുന്നു. ശരിയാ. ഈ സെർച്ച് ചെയ്യുന്നത് കാണാവോ? കാഗിൾ ഡാറ്റ സെറ്റ്. അഖിലിന് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എവിടെ? അത് കാഗിളില് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തേ. അക്കൗണ്ട് ഒരെണ്ണം. ഏതെങ്കിലും പാസ്വേഡ് കൊടുത്താൽ മതി. ഇമെയിലിന്റെ പാസ്വേഡ് വേണ്ടേ? വേണ്ട. അക്കൗണ്ടിന്റെ പാസ്വേഡ് അല്ലേ ചോദിക്കുന്നത്, ഇമെയിലിന്റെ അല്ലല്ലോ. ആണോ? ഞാൻ ഇമെയിൽ വെച്ചിട്ടല്ല ചെയ്തേക്കുന്നത്, ഗൂഗിൾ വെച്ചിട്ടാ. കൊടുത്തു. കൊടുത്തു നോക്കൂ. ഏതെങ്കിലും പാസ്വേഡ് കൊടുത്താൽ മതിയാവും. അതല്ലേ ഒരു സ്ട്രോങ് പാസ്വേഡ് എന്നുകൊണ്ട് കാണിക്കുന്നത്. ഈ താഴെ സ്റ്റോപ്പ് ഷെയറിംഗ് കാണിക്കില്ലേ, അവിടെ ഹൈഡ് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യോ? ഹൈഡ് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യോ? ഇതോ? ഓക്കെ. സേവ് ചെയ്ത് വെച്ചോ. മെയിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. അവിടെ ഒരു ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ സെർച്ച് ചെയ്ത് നോക്കിയേ. ഫിനാൻഷ്യൽ ഡാറ്റ അതാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സെറ്റ് അനലിറ്റിക്സ്. എടുക്കാൻ കാരണം തനിക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ എടുത്തത്. എടുത്തോ. അല്ല, കാർഡ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. റൈറ്റ്സ് അതന്നെ, അത് ഡൗൺലോഡ് ചെയ്തോ. ഡൗൺലോഡായി. ഓപ്പൺ ചെയ്ത് നോക്കി.
ജസ്റ്റ് ഈ എക്സൽ അല്ലേ ഇത്? ഇതിന്റെ ഫയലിൽ ഒന്ന് പോയേ. ഫയലില് അക്കൗണ്ടിൽ പോയേ. പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ്. ഓക്കെ, ക്ലോസ് ചെയ്തോ. ക്ലോസ് ചെയ്തോ. ആക്ടിവേഷൻ ഫെയിൽഡ് ആയി കിടക്കുകയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. അത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യണോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. ഒന്ന് സേവ് ചെയ്തോ, Ctrl+S അടിച്ച് സേവ് ചെയ്തോ. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്തോ. നമുക്ക് ഈ ഡാറ്റേനെ നമുക്ക് ഏതിലേക്ക് ലോഡ് ചെയ്യാം? ടാബ്ലോയിലേക്ക് ലോഡ് ചെയ്യാം. ഫുള്ള് ക്ലോസ് ചെയ്തോ. ഇപ്പൊ ആ ഫയലില് കിടക്കുന്നില്ലേ ഡാറ്റ എന്ന് നോക്കിയേ. ആ, ഓക്കെ. ഓക്കെ, ഡാറ്റ സെറ്റ് എൻ്റെ ഓപ്പൺ ആക്കി ഞാൻ നോക്കിയിട്ടുണ്ട്. ഡാറ്റയിൽ നമുക്ക് ID വന്നിട്ടുണ്ട്, ക്ലയന്റിന്റെ ID, കാർഡിന്റെ എന്തായിരുന്നു അത് നോക്കട്ടെ. കാർഡിന്റെ ബ്രാൻഡ്, കാർഡിന്റെ ടൈപ്പ്, കാർഡ് നമ്പർ. എന്താ എററോ? കാർഡിന്റെ നമ്പറേ അത് എറർ അല്ലല്ലോ. കണ്ടോ, ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ട് അത് അങ്ങനെ കാണിക്കുന്നതാ. ഇത്തിരി വലുതാക്കാം. നമ്പർ ഫുൾ ആയിട്ട് കാണിക്കാനോ? അതുകൊണ്ടല്ല, വേറെ സ്പേസ് ഉണ്ടല്ലോ. നമ്പർ ഒരു മിനിറ്റ്, ജനറലാ കിടക്കുന്നത്, നമ്പർ ആക്കി നോക്കാം. അത് എറർ ഒന്നല്ല, സ്പേസിങ്ങിന്റെതാണ് അത്. ഓക്കെ, ഇത് വിഷയമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഡാറ്റ ഇവിടെ കാണിക്കുന്നുണ്ട്. CVV അതേപോലെ സംതിങ്. ഈ CVV എന്താന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഞാനത് ശ്രദ്ധിച്ചില്ല. അതെന്തോ കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ എന്നാണ്. എന്തായിരുന്നു? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കാണിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ സെറ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇവിടുത്തെ ഓവർവ്യൂ ഇല്ലേ, അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കാണിക്കും. എന്തൊക്കെയാണ് ഈ MCC എന്ന് പറയുന്നത്, എന്താണ് അവർ ഉദ്ദേശിച്ചത്, യൂസർ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ സംതിങ് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അവിടെ പോയി നോക്കിയാലും മതി. നമുക്ക് കിട്ടിയോണ്ട് കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളുടെ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ കാർഡ് നമ്പർ, അതേപോലെ കാർഡിന്റെ ലിമിറ്റ് ഒക്കെ ഡോളറിലാണ് കിടക്കുന്നത്. അങ്ങനെ സംതിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റ സെറ്റിന് എനിക്ക് എവിടെ ലോഡ് ചെയ്യണം? എനിക്ക് ഇങ്ങനെ കാണണ്ട, ഇതിനെ മുഴുവൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണണം. അപ്പൊ പവർ ബിയിലല്ല, ടാബ്ലോയിലല്ലേ? ടാബ്ലോയിൽ ഞാൻ ലോഡ് ചെയ്യാണ്.
അവിടെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ടല്ലേ ഓപ്പൺ ആകാൻ? ലോഡ് ആവാൻ സമയം എടുക്കും. നമ്മുടെ ഡാറ്റ ഫയൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ശ്രദ്ധിച്ചായിരുന്നോ? എക്സൽ അല്ലേ? എക്സൽ ഫയൽ ആയിരുന്നോ? നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡാറ്റയുടെ ഇത് എന്നെ കാണിക്കുന്നത് എ എന്നല്ലേ? എവിടെ? ഇത് കണ്ടോ, എ എന്ന് പറഞ്ഞിട്ട് CSV ഫയൽ ആയിരുന്നില്ലേ? അതെങ്ങനെയാ ഏന്ന് എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ ഈ ഗ്രീൻ കളറിൽ എക്സിന്റെ അടുത്ത് കണ്ടോ ഒരു എ കിടക്കുന്നേ? ആ അത് CSV ഫയലാണ്. കണ്ടോ, ഇതിപ്പോ ഞാൻ എക്സൽ ഫയലിൽ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സെറ്റ് ഇവിടെ കാണാൻ പറ്റില്ല. ഓ, എനിക്ക് മറ്റേ കഴിഞ്ഞ ദിവസം സെയിൽസ് ഡാറ്റ നോക്കിയിട്ട് കാണാതിരുന്ന പോലെ. ആ അതെ. അത് അപ്പോ തന്റെ അല്ലെങ്കിൽ അഖിലിന്റെ മെയിൻ ആയിട്ട് അത് എക്സലിലായിരിക്കും കിടക്കുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കും. എന്റെ ഡാറ്റ ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് നമ്മളിപ്പോ രണ്ടാളും ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്നാണ്, അതുകൊണ്ട് അത് CSV ഫയലാണ്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് CSV ഫയലിനെയാണ്. അപ്പൊ ഞാൻ CSV ഫയലോ ടെക്സ്റ്റ് ഫയൽ എന്നുള്ളതിൽ ഞാൻ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത കാർഡ് ഡാറ്റ സെലക്ട് ചെയ്യണം, ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. ഈ ഡാറ്റ നമുക്കിവിടെ കാണിക്കും. ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ പ്രിവ്യൂസും കാണിക്കും. അതേപോലെ എല്ലാ ഡാറ്റ ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ് കണ്ടോ, ഹാഷ് ആയി കിടക്കുന്നത് നമ്പർ ആണ്. ABC എന്ന് കാണിക്കുന്നത് എന്താന്നാ പറഞ്ഞത്, ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ എന്താണ്, അത് രണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അല്ലെച്ചെങ്കിൽ ഇന്നലെ നമ്മൾ കാണിച്ച പോലെ ഗ്ലോബിന്റെ ഷേപ്പ് എന്താ, അത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതേപോലെ കലണ്ടറിന് ഷേപ്പ് കണ്ട അത് ഡേറ്റിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ മാറ്റം വരും. ഇനി ഈ ഡാറ്റ സെറ്റിന്റെ കാര്യങ്ങൾ നമ്മുടെ നോക്കാം. ഇതിൽ കണ്ടോ, ഇവിടെ ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സോർട്ട് ഫീൽഡ് എന്ന് പറയുന്നതിൽ A to Z കൺവേർട്ട് ചെയ്യാൻ പറ്റും. A to Z എന്ന് പറയുന്ന രീതിയിലേക്ക് ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. കണ്ടോ, ACC അക്കൗണ്ട് ഓപ്പൺ ഡേറ്റ് കാർഡ് ബാലൻസ് ബ്രാൻഡ് തൊട്ടിട്ട് കണ്ടോ ABC എന്ന് പറയുന്ന ഓർഡറില്ലേ, അങ്ങനെ A to Z മാറ്റാം, സെറ്റ് ടു Aയിലേക്ക്. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ ഓരോ ടേബിൾസിന്റെ എന്ത് ചെയ്യാം, ടേബിളിനെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. മനസ്സിലായോ? ഹലോ അഖിൽ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ടോട്ടൽ ഡാറ്റേനെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഓർഡറിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ പെർ ടേബിളിനെ നമുക്ക് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അത് പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ എനിക്ക് കണ്ടോ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡാറ്റയുടെ പേര് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും പേര്, ഇപ്പോ അക്കൗണ്ട് ഓപ്പൺ എന്ന് പറയുന്ന പേര് മാറ്റി എനിക്ക് വേറെ പേര് കൊടുക്കണം വെച്ചെങ്കിൽ എനിക്കിവിടെ റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് ഡേറ്റ് അല്ലേ, അക്കൗണ്ട് ഓപ്പൺ ഡേറ്റ്. ഓക്കെ, അങ്ങനെ നമുക്കത് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. അതേപോലെ റീസെറ്റ് ചെയ്യാം, കോപ്പി വാല്യൂസിനെ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. കോളത്തിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റും ഉണ്ട്, കസ്റ്റം സ്പ്ലിറ്റും ഉണ്ട്. സ്പ്ലിറ്റ് കസ്റ്റം സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ സ്പ്ലിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കസ്റ്റം സ്പ്ലിറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു. കസ്റ്റം സ്പ്ലിറ്റ് അതിൽ ഏത് വെച്ചിട്ടായിരുന്നു ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, DEC ഡിസംബർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞു ഹൈഫൺ കൊടുത്തിട്ട് 20 എന്നുള്ളതല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈഫൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഹൈഫൺ കൊടുത്തു. ഓക്കെ, എനിക്ക് വേണ്ടത് ഡിസംബർ എന്ന് പറയുന്നതാണോ അല്ല സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ള 20 എന്ന് പറയുന്നതാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് പറയാണ്, എനിക്ക് ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് പറയാം അല്ലെങ്കിൽ സെക്കൻഡ് പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് വേണ്ടത് എന്താണ്, ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ആണ് അല്ലെങ്കിൽ ഓൾ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് കോളായി മാറും. ഞാൻ ഫസ്റ്റ് എന്ന് മാത്രം പറയാണ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. കണ്ടോ, ഈ ഒരു കോളത്തെ സ്പ്ലിറ്റ് ചെയ്തു. അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റി. കിട്ടിയോ? കാണിച്ചുതരാം.
ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ, ഈ ഒരു കോളത്തെ എക്സ്പയർ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ ഇപ്പൊ ഡിസംബർ എന്ന് പറഞ്ഞിട്ട് -20 ഇങ്ങനെയാണ് കിടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് എന്താണ്, ക്യാരക്ടേഴ്സും കിടക്കുന്നുണ്ട്, അതേപോലെ നമ്പേഴ്സും കിടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് എന്താണ്, നമ്പർ മാത്രമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ക്യാരക്ടർ മാത്രമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഈ കോളത്തിന് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലേ, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കണ്ടോ ഈ ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് കാണിക്കും, നമുക്കിവിടെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആയിട്ട് സ്പ്ലിറ്റ് ആയി മാറും. കസ്റ്റം സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റം സ്പ്ലിറ്റിൽ നമ്മൾ കൊടുക്കുക. അതിൽ അവർ ചോദിക്കുന്നുണ്ട് എന്തിന്റെ ബേസിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് തമ്മിൽ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി, അവിടെ അതിന്റെ ബേസിൽ അത് സ്പ്ലിറ്റ് ആയിക്കോളും. എനിക്ക് ഇവിടെ എന്താണ്, അതൊരു എന്തിന്റെ പേരിലാണ് സ്പ്ലിറ്റ് ആവേണ്ടത്, ഹൈഫന്റെ പേരിലാണ്. അപ്പൊ ഞാൻ ഒരു ഹൈഫൻ ഇട്ട് കൊടുത്തു. അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടേണ്ടത് ഫസ്റ്റ് പാർട്ടാണോ, ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസംബർ, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന ഈ പാർട്ടാണോ, അല്ല 20, 20, 23 എന്ന് പറയുന്ന ഈ പാർട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റത്തെ ഡിസംബർ, ജൂൺ എന്ന് പറയുന്ന ആ ഭാഗവും, ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 20, 30 എന്നുള്ള ഭാഗവും ഓൾ എന്ന് കൊടുത്താൽ രണ്ടും രണ്ട് കോളത്തിലായി മാറുകയും ചെയ്യും. ഞാൻ ഫസ്റ്റ് പാർട്ട് എന്ന് മാത്രം കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ആയി കണ്ടോ, എക്സ്പയർ സ്പ്ലിറ്റ് 1 കണ്ടോ. അതിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന പാർട്ടുകൾ മാത്രം ഇവിടെ സ്പ്ലിറ്റ് ആയി വന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്കിത് വേണ്ടെന്നാണ് വെച്ചാൽ വീണ്ടും ഈ ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല നമുക്കിത് ഈ ഡാറ്റ ഇവിടെ കിടന്നോട്ടെ, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല വെച്ചെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്ത് വെക്കാം, ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനത് ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഈ ഡാറ്റയിൽ ഇപ്പൊ വേണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ ഡോളർ സൈനാണ് കിടക്കുന്നത്. എനിക്ക് ഈ ഡോളർ സൈനിന്റെ ആവശ്യമില്ല. എനിക്ക് ചിലപ്പോൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഈ ഡോളർ സൈനിന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ആ ഡോളർ സൈനിന് മാത്രം എന്ത് ചെയ്ത് മാറ്റിക്കൂടെ. സ്പേസ് കാണിക്കുന്നില്ല, ഡോളർ സൈൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കസ്റ്റം വരും നോക്കട്ടെ. വന്നു, ഡോളർ എന്ന് പറയുന്നത് മാത്രം കൊടുത്തു, എന്നിട്ട് അതിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടോ, കണ്ടില്ല, ഒന്നും കൊടുത്തില്ലായിരുന്നു. മിനിറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളവിടെ എന്ത് ചെയ്തു, ഡോളർ സൈൻ എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു, അവിടെ ഡ്രോപ്പ് ഡൗണിൽ പോയി കസ്റ്റം സ്പ്ലിറ്റ് കൊടുത്തു. അതിൽ എന്താണ്, നമ്മൾ ആ ഡോളർ സൈൻ ഇവിടെ കൊടുത്തു, ഡോളർ സൈൻ എന്ന് പറയുന്നത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഡോളർ സൈൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണക്കാക്കി. എനിക്ക് കിട്ടേണ്ട ഉത്തരം ലാസ്റ്റ് ആണെന്ന് ഞാൻ കൊടുത്തു. ലാസ്റ്റ് പാർട്ടിന് എനിക്ക് മതി എന്നുള്ള രീതിയിൽ കൊടുത്തു. കണ്ടോ, അപ്പൊ നമുക്ക് നമ്പേഴ്സ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എവിടെയാണോ ആവശ്യം ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിൽ നോക്കിയാൽ തന്നെ ഏലിയസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവാൻ നോക്കണ്ട, ഗ്രൂപ്പ് ഉണ്ട്, ബിന്നുണ്ട്, ഇതൊക്കെ നമുക്ക് പറയാനുള്ള പോർഷൻസ് ആട്ടോ. ഇത്തിരി വലിയ വലിയ ഭാഗങ്ങളാണ്, അതാണ് അവിടെ കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ടച്ച് ചെയ്തിട്ട് അവിടേക്ക് എത്താം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്? നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് ഈ കോളത്തിലെ പേര് നമുക്ക് മാറ്റാം, റീനെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഡാറ്റയെ എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് വെക്കാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെന്താണ്, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം, ഡാറ്റയെ മൊത്തമായിട്ട് അസെൻഡിങ് ഡിസെൻഡിങ്ങിലേക്ക് മാറ്റാം. ഓരോ പെർ കോളത്തിനെ അല്ലെങ്കിൽ ഓരോ പെർ ടേബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. പിന്നെ എന്ത് പറഞ്ഞു, ഡാറ്റ ടൈപ്പുകൾ നമ്മൾ നോക്കി. ഓക്കെ, ഇവിടെ അഖിൽ ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ കോളത്തിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ സബ് കുഞ്ഞു കുഞ്ഞു സബ് പേരുകളായിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഫിസിക്കൽ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെറ്റിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കണ്ടോ, എല്ലാത്തിനും സെയിം സാധനങ്ങളാണല്ലേ കിടക്കുന്നത്. കാർഡ് ഡാറ്റ ഡോട്ട് CSV, കാർഡ് ഡാറ്റ ഡോട്ട് CSV. എപ്പൊ എന്തിനായിരിക്കും ഇത്രയും കൊടുത്തിരിക്കണെന്ന് അറിയോ അഖിലിന്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓട്ടോമാറ്റിക്കലായിട്ട് വന്നതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് അറിയോ?
അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിന്റെ പേര് അതല്ലേ? കാർഡ് അതിന്റെ ഡാറ്റ. പേര് അതാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എന്തിനാ നമ്മള് എല്ലാ കോളത്തിന്റെയും ഇപ്പൊ ഈ എന്താ എക്സ്പയർസ് എന്ന് പറയുന്ന കോളം കാർഡ് ഡാറ്റ CSV ആണ്. ID എന്ന് പറയുന്ന കോളം അത് കാർഡ് ഡാറ്റ CSV ആണ്. അങ്ങനെ സെപ്പറേറ്റ് പറയേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം, അതായത് എക്സ്പൈസും ഹാസ്റ്റിപ്പും ID നമ്പർ കാർഡ് ഇഷ്യൂഡും ഇതെല്ലാം കാർഡ് ഡാറ്റ CSVക്കകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റയാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ പ്രാവശ്യം കൊടുത്താൽ പോരെ? എന്തിനാ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കൊടുക്കുന്നേന്ന്? ഒറ്റ കോളത്തിന് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നേന്ന് അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഡാറ്റ ഷീറ്റുകൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ വെറുതെ ഒരു സംഭവം കാണിച്ചു തരാം. കണക്ട് ആവില്ല, എന്നാലും വെറുതെ ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് എന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഡാറ്റയിലുള്ള CSV ഫയലുകൾ എന്റെ ബാക്കി കിടക്കുന്ന CSV ഫയലിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫിനാൻഷ്യൽ മാർക്ക് സംതിങ് അങ്ങനെ എന്തൊരു ഡാറ്റ സെറ്റ് ഞാൻ ഇവിടെ ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കി. ഇവിടുന്ന് വെറുതെ ഡ്രാഗ് ചെയ്തു, ഇവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോ അവിടെ കുറച്ച് എറർ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം അവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരു അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്ത് കാർഡ്സ് ഡാറ്റ .csv അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെയിലി റിയലിസ്റ്റിക് സംതിങ്ങുമായിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവർ തമ്മിൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവാനുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ കിടക്കുന്ന ഏതിലാണ്? ഈക്വൽ ടു എന്ന് പറയുന്നതിലാണ്. എന്ന് പറഞ്ഞാൽ ഈ കാർഡ് ഡാറ്റയും ഈ ഡാറ്റയും സെയിം ആണ് എന്ന് പറയുന്നതിൽ അപ്പൊ കിടക്കുന്നത്. ഈ രണ്ട് ഫീൽഡും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതില്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ ഡാറ്റ സെറ്റ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബന്ധം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ 2 ബ്രാഞ്ചിലത്തെ ഡാറ്റ എന്ന് വിചാരിക്കാം. അവർ തമ്മിലൊരു ബന്ധം ഇല്ലേ? എന്റെ കമ്പനിയുടെ ഇപ്പൊ ഞാൻ എന്റെ കമ്പനി ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ കമ്പനിയിൽ ആ ഹെഡ് ഓഫീസിലത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ചെയ്യാനായിട്ടുണ്ടാവുക. ഓരോരോ ബ്രാഞ്ചുകളിൽ ഇപ്പൊ എന്താ പറയാ, ആലപ്പുഴ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടുത്തെ ഡാറ്റ. അതേപോലെ പിന്നെന്താണ് പല പല ഭാഗങ്ങളിൽ എറണാകുളത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്, പിന്നെ കോട്ടയത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ പല പല ബ്രാഞ്ചുകളിലെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഈ കമ്പനികളിലെ ഡാറ്റ എന്ന് പറയുന്നത് ഏകദേശം എല്ലാതും ഒരേ സ്ട്രക്ചറിലായിരിക്കും പോകുന്നുണ്ടാവുക, ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പൊ ഞാൻ ഇവിടെ ഈ ഡാറ്റ സെറ്റ് ഈക്വൽ ആണ്, ഇവിടെ ഓപ്പറേറ്റർ ഈക്വൽ ടു എന്ന് കൊടുത്തതിനർത്ഥം ഇത് രണ്ടും ഒരേപോലത്തെ ഡാറ്റയാണ്. ഈ കാർഡ് ഡാറ്റ .csvയും അതേപോലെ തന്നെ ഇവിടെ ഒരു കാർഡ് ഡാറ്റ .csvയും വന്നതിന് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ മാച്ചിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതേപോലെ തന്നെ അതിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഷീറ്റായിട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, മനസ്സിലായോ? ഇതിപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഡാറ്റ സെറ്റ് ആണ്. അതുകൊണ്ടാണ് അവർ എന്ത് കാണിച്ചത്, ഇവിടെ അലേർട്ട് മെസ്സേജ് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇത് റിലേഷൻഷിപ്പ് ഇല്ല വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇത് വെക്കണം എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി ചെയ്യാനൊക്കെ പറ്റും. ഞാൻ റിമൂവ് ചെയ്യാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ടാബിൾ ഓപ്പൺ ചെയ്ത് ഡാറ്റ ലോഡ് ചെയ്യുന്ന പോലെ ലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും വെറുതെ ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ഷീറ്റുകളും തമ്മിൽ എന്തായി? മെർജായി. വളരെ എളുപ്പത്തിൽ നമുക്ക് 2 ഷീറ്റിനെ മെർജ് ചെയ്യിപ്പിക്കാൻ പറ്റി. ഒരേ വിഷ്വലൈസേഷനിൽ 2 കമ്പനിയുടെ 2 ബ്രാഞ്ചിനെ നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സലിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എക്സലിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടി, ഒരു ഷീറ്റിൽ വെച്ച് നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത ഷീറ്റിനെ കാണിക്കണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ആ ഡാറ്റനെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ഞാനൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആ പിവോട്ട് ടേബിളിനെ എന്ത് ചെയ്യേണ്ടി വരും? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് തമ്മിൽ അത് ജോയിൻ ആയി ഒരൊറ്റ ഡാറ്റ ഷീറ്റായി മാറി. ഓക്കെ, ഇതിൽ ഓൾറെഡി അവർ പറയുന്നുണ്ട് 13 ഫീൽഡുകൾ ഉണ്ട്. അതേപോലെ 6146 റോസ് നമ്മുടെ ടോട്ടൽ ഒബ്സർവേഷൻ അത്രയും ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ പ്രിവ്യൂ കാണിക്കുന്ന 100 ഡാറ്റയാണ്. 100 ഡാറ്റ ഇവിടെ പ്രിവ്യൂ കാണിച്ചിട്ടുണ്ട്, ഇത്രയും ഡാറ്റ ഉള്ളതിൽ. അപ്പൊ ഇതുവരെ നമുക്ക് ഓക്കെ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ കണ്ടോ, ഇവിടെ ഷീറ്റ്. ഇപ്പൊ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ കിടക്കുന്നത്. നമുക്ക് അതിന് താഴെ ഷീറ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ കണ്ടോ, ഇത് നമ്മളുടെ ഷീറ്റ് എന്ന് പറയും.
ന്യൂ വർക്ക് ഷീറ്റ്, എനിക്ക് പുതിയൊരു ഷീറ്റ് എടുക്കണമെങ്കിൽ ഇവിടെയാണ് ഞാൻ ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ടടുത്ത് അതേപോലെ തന്നെ ഒരു 4 പെട്ടി വരച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ന്യൂ ഡാഷ്ബോർഡ്. എനിക്കൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കും ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ട ഒരു കുഞ്ഞു വേറെ ഐക്കൺ, അതാണ് ന്യൂ സ്റ്റോറി എന്ന് പറയുന്നത്. അവിടെ ഈ വർക്ക്ഷീറ്റും ഡാഷ്ബോർഡും നിങ്ങളുടെ വ്യത്യാസം വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രാഫുകളും നമ്മൾ ഓരോ വർക്ക്ഷീറ്റിലാണ് ക്രിയേറ്റ് ചെയ്യാം. ഒരു വർക്ക്ഷീറ്റിൽ ഒരൊറ്റ ഗ്രാഫേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 10 വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാ വർക്ക്ഷീറ്റിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്റർഫേസ് ഡാഷ്ബോർഡ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്ഷീറ്റ് ആണ്. ഗ്രാഫുകൾ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ലല്ലോ. ഈ ഇന്റർഫേസിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഇത് ഡാറ്റ ലോഡിംഗ് ചെയ്യുന്ന പാർട്ട്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗം. ഡാറ്റ പ്രിവ്യൂ, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം. ഡാറ്റയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് ഡാറ്റ ക്ലീൻ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ, അതിന് ഡാറ്റ ലേബൽ മാറ്റുന്നു, നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിന്റെ ഓർഡേഴ്സ് മാറ്റുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഡാറ്റ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ക്ലീൻ ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒരു സംഭവം കൂടി ചെയ്യാറുണ്ട്, സെഡ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. അത് ഞാൻ കാണിച്ചു തരാം, പക്ഷെ വേണ്ട, അത് നമുക്ക് എടുക്കുന്ന സമയത്ത് നോക്കാം. ക്ലീനിങ്ങിന്റെ പാർട്ട് തന്നെയാണ് ഈ സെഡ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അത് കാൽക്കുലേറ്റഡ് ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുന്നതാണ്. അത് ഓർമ്മിപ്പിച്ചാൽ മതി എന്നെ, ഡാറ്റ ക്ലീനിങ്ങിൽ എന്തോ ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, പുതിയ ഷീറ്റിലേക്ക്, ഇപ്പൊ ഡാറ്റ ഞാൻ കണ്ടു, എന്റെ ഡാറ്റ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുതിയൊരു ഷീറ്റിലേക്ക്, ഷീറ്റ് 1 എന്നതിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് എന്ത് ടാബ്ലോന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഷീറ്റ് 1 എന്ന് പറയുന്നതിൽ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഡാറ്റ ടേബിൾസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ഈ മുകൾ ഭാഗം കണ്ടോ, ഈ ഭാഗത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? ടൈറ്റില് ഞാൻ കുറച്ച് ക്ലൈന്റ് ഐ ഡി എന്ന് പറയുന്നത് എവിടെയാ നോക്കട്ടെ. ക്ലൈന്റ് ഐ ഡി നമ്പർ ആണ്. ഓക്കെ, ഓക്കെ, ഇവിടെ ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, മെഷർ, ഡയമെൻഷനും മെഷറും എന്നാണ് പറയാ. ഈ താഴ്ഭാഗത്ത് കണ്ടോ മെഷർ നെയിംസ് എന്ന് പറയുന്നത്, ഇതിനാണ് മെഷർ എന്ന് പറയുന്ന ഭാഗം, ഇതിനെയാണ് ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗം. ഡയമെൻഷൻ ആൻഡ് മെഷർ. ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ പേജിൽ എനിക്ക് എന്ത് കൊടുന്നിടണം, എനിക്ക് ഗ്രാഫുകൾ ഇവിടെ കാണിക്കണം. ഈ ഷോമി എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഗ്രാഫുകൾ. ഈ ഗ്രാഫുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ ജസ്റ്റ് ഡാറ്റ നോക്കട്ടെ, കാർഡ് ടൈപ്പും ക്രെഡിറ്റ് ലിമിറ്റും നോക്കാം. കാർഡ് ടൈപ്പും ക്രെഡിറ്റ് ലിമിറ്റും. കാർഡ് ടൈപ്പ് ഞാൻ എവിടെ കൊടുത്തിട്ടു, കോളത്തിൽ കൊടുത്തിട്ടു. കാർഡ് ടൈപ്പ് ക്രെഡിറ്റ് ലിമിറ്റ് അല്ലെ, ക്രെഡിറ്റ് ലിമിറ്റ്. കാർഡ് ടൈപ്പ് ക്രെഡിറ്റ് ലിമിറ്റ്. കണ്ടോ, ഇപ്പൊ നമ്മുടെ കാർഡ് ടൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അതിന്റെ ക്രെഡിറ്റ് ലിമിറ്റുകൾ എത്രയാന്ന് വെച്ചാൽ അതും കാണാൻ പറ്റുന്നുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ്, ക്രെഡിറ്റ്, ഡെബിറ്റ്, ഡെബിറ്റ് പ്രീപെയ്ഡ്. കണ്ടോ, ഓരോന്നിന്റെയും കാർഡ് ടൈപ്പും അതിന്റെ ക്രെഡിറ്റ് ലിമിറ്റും കാണിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ തന്നെ ഇങ്ങോട്ട് കൊടുന്നിടാം. മനസ്സിലായോ? മനസ്സിലായില്ല എന്നാണോ ആയി എന്നാണോ?
ആയില്ല. ആയില്ല. ഒന്നുമില്ല, ഇത്രയൊന്നും ചിന്തിക്കണ്ട. വെറുതെ നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ എന്ത് കൊടുന്നിട്ടു? എന്റെ കാർഡ് ടൈപ്പ് കൊടുന്ന് കോളത്തിലിട്ടു. എന്റെ കാർഡിന്റെ ടൈപ്പ് ക്രെഡിറ്റ് ഉണ്ട്, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് പ്രീപെയ്ഡ് ഉണ്ട്. ഇതാണ് എന്റെ 3 കാർഡിന്റെ ടൈപ്പ് അല്ലേ? നോക്കിയേ, കാർഡിന്റെ ടൈപ്പ് എവിടെ? ക്രെഡിറ്റ്, ഡെബിറ്റ്, അതുപോലെ ഡെബിറ്റ് പ്രീപെയ്ഡ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? നമ്മൾ കൊടുന്നിട്ട് നമ്മൾ സാധാരണ എക്സൽ ചെയ്തില്ലേ, കോളത്തിലും റോസിലും കൊടുന്നിരുന്നത്? അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ കോളത്തിലും റോസിലും കൊടുന്നിടുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഇതിന് താഴെ എന്ത് വരണം? അതിന്റെ ക്രെഡിറ്റിന്റെ ലിമിറ്റ് ഒന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എവിടെ കൊടുന്നിട്ടു? ഇവിടെ റോസിൽ കൊടുന്നിടാണ്. ഇതിൽ ഇങ്ങനെ ചോദിക്കുന്നത് എല്ലായ്പ്പോഴും കാണിക്കില്ല. ഒരുപാട് ഡാറ്റ വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും എല്ലാതും ഇവിടെ ലോഡ് ചെയ്യണോ? നമ്മൾ പറഞ്ഞില്ലേ സംതിങ് 6000 സംതിങ്ങിന്റെ മുകളിൽ ഡാറ്റ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആഡ് all മെമ്പേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അത് കൊടുക്കുകയാണ്. എന്റെ എല്ലാ മെമ്പേഴ്സിനും ഇവിടെ ആഡ് ചെയ്തോട്ടെ എന്ന രീതിയിൽ. അപ്പൊ എന്താ, ഈ ഡാറ്റ മുഴുവൻ ഇവിടെ കാണിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോഴേ അത് കാണുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ കൊണ്ട് ഇടാൻ തുടങ്ങി. ടെക്സ്റ്റ് എന്ന് പറയുന്നത് കാണിക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്തേ. ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അത് ഇവിടെ കാണിക്കും. ചുമ്മാ താഴോട്ട് നമ്പർ 1 2 3 4 അങ്ങനെ എഴുതിയിട്ടുള്ളൂ. എന്താ കണ്ടോ? ഈ ക്രെഡിറ്റ് ലിമിറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കാവോ? ക്രെഡിറ്റ് ലിമിറ്റ് അല്ലാതെയോ? ഓക്കെ, എടുക്കാം. ഒരു മിനിറ്റ്. അടുത്ത ഷീറ്റ് ഞാൻ എടുക്കുകയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്? ക്ലയന്റിന്റെ എന്താണ് കാർഡ് ടൈപ്പ് എടുക്കും. ക്രെഡിറ്റ് ലിമിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പാട്. കാർഡ് ബ്രാൻഡും കാർഡ് ബ്രാൻഡ് അതിനകത്ത് ഹാസ് ചിപ്പ് ഉണ്ടോന്ന് ഹാസ് ചിപ്പ് അല്ലേ? കാർഡ് ബ്രാൻഡും ഹാസ് ചിപ്പും വരുമ്പോ അത് രണ്ടും ലേബൽ അല്ലല്ലോ. അല്ല, രണ്ടും ലേബൽ അല്ലേ? കാർഡ് ബ്രാൻഡ് നമ്പേഴ്സ് ഒന്നുമില്ലല്ലോ ഗ്രാഫ് ആയിട്ട് വരാൻ. കാർഡ് ബ്രാൻഡും ബ്ലാ 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 ഡാറ്റ സെറ്റിന്റെ മെഷർ വാല്യൂസും കൊടുക്കാം. മെഷർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാറ്റ സെറ്റിൽ ഈ 3 കോളല്ലേ അല്ല ഈ 4 കോളല്ലേ മെഷർ എന്ന് പറയുന്നത് കാണിക്കുന്നേ? കണ്ടോ? ഈ മെഷർ വാല്യൂസ് എന്ന് പറയുന്ന ഒരെണ്ണം കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെയാണ് മെഷർ എന്ന് വെച്ചാൽ അതിന്റെയൊക്കെ വാല്യൂസ് ഇവിടെ കാണിക്കും. അതാണ് മെഷർ വാല്യൂസ്. ഇത് വേണമെങ്കിൽ നമ്പറിലേക്ക് മാറ്റാം. ക്ലിക്ക് ആവുന്നില്ലല്ലോ ഒന്നും. കുറച്ച് സ്ലോ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. മെഷർ വാല്യൂസ് ഇങ്ങനെ കാണിക്കും. നമ്പറിലേക്ക് തന്നെ മാറ്റാം. കാർഡ് നമ്പർ, കാർഡിന്റെ കൗണ്ട്, നമ്പേഴ്സ് ഇതൊക്കെ ഇവിടെ കാണിക്കും. അക്കൗണ്ട് ഓപ്പൺ ഡേറ്റ് ഞാൻ അവിടെ കൊടുക്കുകയാണ്. അക്കൗണ്ട് ഓപ്പൺ ഡേറ്റും ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റും ഓൾവേസ് കൊടുത്തു. കാർഡ് നമ്പർ ഇതിപ്പോ കണ്ടോ? ഈ ഒരു ഡേറ്റില് അക്കൗണ്ട് ഓപ്പൺ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 5-ന് ഈ ഒരു കാർഡ് നമ്പർ ഉള്ള ഒരാള് അല്ലെങ്കിൽ ഇത്രയും ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ അവിടെ കാർഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസത്തെയും കണക്കാണ് കാണിക്കുന്നത്. ആഗസ്റ്റ് 7-ന് ഇത്ര പേരുണ്ടായിരുന്നു, അതേപോലെ ആഗസ്റ്റ് 8-ന് ഇത്ര പേരായിരുന്നു. അങ്ങനെ നമുക്കിവിടെ കാണിക്കാം. ഇവിടെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം, ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. നമുക്ക് ഓർഡറിലേക്ക് മാറ്റി നമുക്ക് എന്ത് കാണിക്കാം? ഫെബ്രുവരി 20-നാണ് ഏറ്റവും കൂടുതൽ എന്ത് വന്നിട്ടുള്ളത്? അക്കൗണ്ട് കാർഡ് നമ്പർ അത്രയും ആരെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്.
ഈ ഡാറ്റ കോംപ്ലക്സ് ആണോ? ഇച്ചിരി പാടാ. ഞാൻ പറയാം ഇച്ചിരി സിമ്പിൾ ആയിട്ടുണ്ടാകും, ഇച്ചിരി മനസ്സിലാക്കി എടുക്കാം. സിമ്പിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കിയാലോ? ഒത്തിരി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിൽസിന്റെ ഡാറ്റ എടുത്തോട്ടെ, അത് പിടികിട്ടു. ഇനി ഒരു സിമ്പിൾ ഡാറ്റ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ഞാൻ അത് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അയച്ചു തരാം. ഇത് മതിയോ? ഓർഡർ നമ്പർ, ഓർഡർ ക്വാണ്ടിറ്റി, പ്രൈസ് ഈച്ച് ഒക്കെ, ഇത് കുഴപ്പമുണ്ടോ? ഞാൻ പെട്ടെന്ന് ഒരു 30 എണ്ണമുള്ള ഡാറ്റ ഞാനിപ്പോ ഉണ്ടാക്കാം. കാരണം എന്നിട്ട് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ സാധനം ചെയ്യാം. പക്ഷെ ഒരു ഐഡിയ കിട്ടിയിട്ടേ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ജസ്റ്റ് ഇന്നാൾ നേരത്തെ ജയിച്ചൊരു ഡാറ്റ പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഐ ഡി, മാർക്സ്, ഗ്രേഡ്, വേണമെങ്കിൽ എന്തോ ആൾക്ക് സെലക്ട് ചെയ്ത അത്ര ചെറിയ ഡാറ്റ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ സെയിൽസിലെ ഡാറ്റ നോക്കി നോക്കിയാലോ? നോക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നാളെ എന്തായാലും ചെറിയൊരു ഡാറ്റ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ എന്തായാലും അങ്ങനെ ചെയ്യാം. ഞാന് തനിക്ക് ഫിനാൻഷ്യൽ ഡാറ്റ കുറച്ചും കൂടി അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫിനാൻഷ്യൽ ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ ഡീൽ ചെയ്യുന്ന ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ, ഓക്കെ, അത് മനസ്സിലായി. ബാങ്കിങ്ങിന്റെ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, കാർഡൊക്കെ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇതൊന്ന് നോക്കി നോക്കട്ടെ. ഇത് കിട്ടിയില്ലെങ്കിൽ, ഇത് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഇതിൽ ഞാൻ കസ്റ്റമർ നെയിം കൊണ്ടിട്ട് കോളത്തിലിട്ടു. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ റോസിലേക്ക് ഇടാം. അതുകൊണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഈ കസ്റ്റമേഴ്സിന്റെ മുഴുവൻ സെയിൽസ്, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന്റെ മുഴുവൻ സെയിൽസ് ഉണ്ടെന്നോ, സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ കസ്റ്റമർ എത്രത്തോളം സെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അതിനെ ടെക്സ്റ്റിൽ കൊണ്ടിട്ടു. കണ്ടോ, എന്റെ ഈ കസ്റ്റമർ എത്രത്തോളം സെയിൽസിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഈ കസ്റ്റമർ എത്രത്തോളം സെയിൽസിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഓരോ വ്യക്തിയുടെയും സെയിൽസിന്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ കമ്പനിയിൽ നിന്ന് ആള് ഒരുപക്ഷെ അത്രയും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അത്രയും സെയിൽസിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ നോക്കുന്നതാണ് ഇത്. ഇപ്പൊ ഓരോരുത്തരും ഇവിടെ കാണാൻ പറ്റും. എനിക്കിതിപ്പോ ഇങ്ങനെ കാണിക്കാം. ഇതിനാണ് ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റ ടേബിളിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് ന്യൂമറിക്കലി കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷോമി പോയിട്ട് നമുക്ക് ഈ ഡാറ്റേനെ ബാറായിട്ടോ അതേപോലെ ഇങ്ങനെ ചാർട്ടുകളൊക്കെ മാറ്റി നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതെന്തായാലും ടേബിൾ ആയിട്ട് തന്നെ വെക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ ടേബിൾ ആയിട്ട് ചൂസ് ചെയ്യാം, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോലെ. ഓക്കെ, ഇതില് ഇവിടെ കണ്ടോ, ഈ മാർക്സ് എന്ന് പറയുന്ന ഭാഗത്ത് കളർ, സൈസ്, ലേബിൾസ്, ഡീറ്റെയിൽസ്, ടൂൾ ടിപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ ഭാഗങ്ങളായിരിക്കും നമ്മളുടെ ഈ വിഷ്വലൈസേഷൻ നമ്മളിവിടെ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ഞാനിത് ഈ ടേബിൾ ആയിരുന്നപ്പോ എൻ്റെ ആകെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കോളത്തിൽ അല്ല റോസിൽ കസ്റ്റമർ നെയിം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ടൂൾ ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് ടെക്സ്റ്റ് മാറ്റി നമ്പർ ആക്കണതിന് ഞാൻ എന്തുകൊണ്ട് ഇട്ടു, എനിക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ടത്, എനിക്ക് എഴുതേണ്ടത് എന്താ, സെയിൽസ് അല്ലേ. അപ്പൊ ഞാനത് ഏതിൽ കൊണ്ടിട്ടു, ടെക്സ്റ്റ് എന്ന് പറയുന്നതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് എന്തായി, കസ്റ്റമർ നെയിമും വന്നു, അവരുടെ സെയിൽസും വന്നു. ഓക്കെ, അങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് കാണിക്കുക. ഇനി എനിക്ക് ഇതൊന്ന് കളർഫുൾ ആക്കണം എന്ന് വിചാരിക്കും. എന്തിന്റെ ബേസിൽ കളർഫുൾ ആക്കണം? എനിക്കിപ്പോ ഞാൻ പറയാണ്, ആളുകളുടെ പേരിൽ കളർഫുൾ ആക്കണം എന്ന് പറഞ്ഞാൽ ഈ ആൽഫ എന്ന് പറയുന്ന ഈ ഒരാള് ഈ ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ എന്താണ്, ആൾക്ക് മാത്രം ഒരു കളറ്. അതേപോലെ അമീക്ക എന്ന് പറഞ്ഞ ഈ ആൾക്ക് വേറെ കളറ്, അന്ന എന്ന് പറയുന്ന ഈ ആൾക്ക് വേറെ കളറ്, അങ്ങനെയല്ലേ വരിക? നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എവിടെയായിരുന്നു, കസ്റ്റമർ നെയിം എന്ന് പറയുന്നത് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇതിൽ കൊടുന്നിരുന്നു, കളറിൽ കൊടുന്നിരുന്നു. അപ്പൊ കണ്ട, അയാളുടെ സെയിൽസിന് മാത്രം ഒരു കളറ്, അടുത്ത ഒരാളുടെ സെയിൽസിന് വേറെ കളർ, അങ്ങനെ പലർക്കും പല കളറാ വന്നത്. എനിക്ക് ഇനി വേണ്ടത് എന്താണ്, ഈ സെയിൽസ് എമൗണ്ടിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, സെയിൽസിന്റെ സൈസ് അനുസരിച്ച് സൈസ്, അപ്പൊ ഇതിൽ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു കുഞ്ഞു കുത്തുകൾ പോലെ. അവരങ്ങനെ ഒരുപാട് ഡാറ്റ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. കുഞ്ഞു കുത്തുകൾ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ?
അത് നമ്മൾ സൈസിലാണ് കൊണ്ടിട്ടത്. അപ്പൊ ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ വലിയ സെയിൽസ് ഉള്ളവർക്ക് വലിയ കുത്തുകൾ ഉണ്ടാവും, കണ്ടോ? വലിയ കുത്തുകളും അതേപോലെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പല പല രീതിയിൽ അത് കാണിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പൊ ഈ ടേബിളിലാണ് നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഒരു ടേബിൾ കിടക്കുന്നേക്കാളും കുറച്ചുകൂടി കളർഫുൾ ആയ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്യാണ്. അപ്പൊ കുറച്ചുകൂടി കളർഫുൾ ആയി കിട്ടി. കണ്ടോ? സെയിൽസ് കൊണ്ടുപോയിട്ട് അവരെന്ത് കൊണ്ടുപോയിട്ടുണ്ട്, കളറിൽ കൊണ്ടിട്ടു. അപ്പൊ സെയിൽസിനെ ബേസ് ചെയ്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ടേബിൾ കളർ ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. ഞാനിവിടെ ഷീറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെ ഹെഡിങ്ങിന്റെ ഭാഗം, അവിടെ പോയി ഡബിൾ ടാപ്പ് ചെയ്യണു. ഇങ്ങനൊരു ഭാഗം വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് കൊടുക്കാണ്, ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. സെലക്ട് ചെയ്യുന്നു, ബോൾഡാക്കി. സെന്ററിലേക്ക് മാറ്റി അപ്ലൈ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഷീറ്റിന് എന്ത് പേര് കൊടുത്തു, ഡാറ്റ ടേബിൾ എന്നുള്ള പേര് എന്റെ ഒരു ഗ്രാഫിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടേബിൾ എന്നുള്ള പേര് കൊടുത്ത് നമുക്ക് ഇതിനിവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷീറ്റ്, ഞാൻ അടുത്തൊരു ഷീറ്റ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാണ് ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് ഇവിടെ എന്ത് കാണിക്കണം, വേറൊരു ടേബിൾ അല്ലെങ്കിൽ വേറൊരു ഡയഗ്രം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, കസ്റ്റമേഴ്സിന്റെ പേരും അവരുടെ സെയിൽസും ആയിരുന്നു നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കസ്റ്റമേഴ്സിന്റെ പേരും അവരുടെ സെയിൽസും. ഇനി ഞാൻ ചെയ്യുന്നത് എന്റെ ഓരോ കസ്റ്റമറിന്റെയും അല്ലെങ്കിൽ എന്റെ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൊഡക്റ്റിന്റെ സ്റ്റാറ്റസ് രണ്ടും വരൂല്ലേ, ഓരോ പ്രൊഡക്റ്റും അതിന്റെ ക്വാണ്ടിറ്റി ഓർഡർ ഇടും. അതല്ലേ നമുക്ക് ചെയ്യാൻ എളുപ്പം. ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സെയിൽ ആയിരിക്കുന്നത്, ഞാൻ പ്രൊഡക്റ്റ് നെയിം കൊണ്ടിട്ട് എവിടെ കൊടുത്തിടുന്നു, റോസിൽ കൊടുത്തിടുന്നു. ക്വാണ്ടിറ്റി ഓർഡേർഡ് കൊണ്ടിട്ട് ഞാൻ ഏതിൽ കൊണ്ടിടുന്നു, ടെക്സ്റ്റിൽ കൊണ്ടിടുന്നു. അപ്പൊ എന്റെ ഓരോ പ്രൊഡക്റ്റും എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെയിൽ ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓർഡേർഡ്, ക്ലാസിക് കാർ എത്ര, മോട്ടോർ സൈക്കിൾ എത്ര, പ്ലെയിൻ എത്ര. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ വേണമെങ്കിൽ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാതും നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണ്ടാവും. ഞാൻ പൈ ചാർട്ട് സെലക്ട് ചെയ്തു, വളരെ ചെറുതാ വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒന്ന് എന്റെ വ്യൂ കൊടുക്കാം. കണ്ടോ, പൈ ചാർട്ട് കാണിക്കുന്നുണ്ട്. ഈ പൈ ചാർട്ടിൽ ഓരോന്നിന്റെയും കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഏതൊക്കെയാന്ന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലേ, ഏത് ബാറിലാ വലുത്, ഏതാ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ നമുക്ക് ഏതൊക്കെയാന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഒരു പേര് വരണം അല്ലേ. പേര് വന്നാൽ മനസ്സിലാവില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പേര് ഏതിലായിരിക്കും ഉണ്ടാവുക, പ്രൊഡക്റ്റ് ലൈനിന് അതിലെ പേര്, അതിന് നമ്മൾ ലേബലിൽ കൊണ്ടിടണം അല്ലേ. മനസ്സിലായോ, പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നതല്ലേ പ്രൊഡക്റ്റിന്റെ പേര്. ആ പ്രൊഡക്റ്റ് ലൈൻ നമ്മൾ ഏതിൽ കൊടുത്തിടണം, ലേബലില്. ഓക്കെ, കണ്ടോ കിട്ടിയത്. ഇപ്പൊ നമ്മുടെ ഓരോ കോളത്തിന്റെയും പേരുകൾ കിട്ടി. ഇനി എനിക്ക് ഇവിടെ സെയിൽസ് കാണിക്കണം. ഓരോ പ്രൊഡക്റ്റിന്റെയും സെയിൽസിന് ടച്ച് ചെയ്ത് നോക്കുമ്പോഴല്ലേ ക്വാണ്ടിറ്റി ഓർഡേർഡ് കാണിക്കുന്നത്. അതേപോലെ എനിക്ക് ക്വാണ്ടിറ്റി ഓർഡേർഡും ഇവിടെ കാണിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി ഓർഡേർഡ് എടുത്ത് ഞാൻ ലേബലിൽ കൊണ്ടിടുകയാണ്. ഐഡിയ കിട്ടിയാ, എളുപ്പമാണ്, കുറച്ച് തലതിരിഞ്ഞിട്ടാ പ്രവർത്തിക്കാന്ന് മാത്രം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ നമ്മുടെ ഡാഷ്ബോർഡിന് വേണ്ടിയിട്ടൊരു ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ഷീറ്റിൽ നമ്മളൊരു പൈ ചാർട്ട്, ഓരോ പ്രൊഡക്റ്റിനെയും കുറിച്ചുള്ള കമ്പാരിസൺ രൂപേണ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം,
നമുക്ക് ഇയറും ഓരോ ഇയറിലുമുള്ള സെയിൽസിനെ കുറിച്ച് നോക്കി നോക്കാം. ഇയർ ഐ ഡി കൊടുത്തു. ഓരോ ഇയറിലും ഉള്ള പ്രൈസ് ഓർഡർ സെയിൽസ് കൊടുന്ന് ഞാൻ ഇവിടെ കൊടുത്തു. കണ്ടോ, എന്റെ ഓരോ ഇയറിലും ഉള്ള സെയിൽസ് എങ്ങനെയാ കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നിട്ടുള്ളത് 2004 പിന്നെ 2003, അതിനുശേഷമാണ് എന്തുള്ളത് 2005 സെയിൽസ് നടന്നിട്ടുള്ളത്. എനിക്ക് ഇതിന്റെയൊക്കെ കളർ മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇയർ ഐ ഡി അല്ലേ കളർ ചെയ്യുന്നത്. നമുക്ക് ഇയർ ഐ ഡി ഒന്ന് കൊണ്ട് കളറിൽ ഇട്ട് നോക്കാം ചേഞ്ച് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇയർ ഐ ഡി എവിടെയത്? ഇയർ ഐ ഡി എടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? കളറിൽ കൊടുന്നിരുന്നു. കണ്ടോ, എനിക്ക് ഈ ഓരോന്നിന്റെയും സെയിൽസ് ഇവിടെ പേര് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? സെയിൽസ് കൊണ്ടേ ലേബലിൽ ഇടണം. ഓക്കെ, കിട്ടിയാ? ഇനി ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽസ് ഏതിനാന്നാ കാണിക്കുന്നേ? 2004. നമുക്ക് വേണമെങ്കിൽ അതിന്റെ സൈസ് വ്യത്യാസം വരുമെന്ന് നോക്കിയാലോ. ഏറ്റവും കൂടുതൽ സെയിൽസ് ഇതിൽ കാണിക്കുന്ന 2004. അപ്പൊ സെയിൽസിന്റെ സൈസ് ഞാനൊന്ന് കൊണ്ടിട്ട് നോക്കുകയാണ്. കണ്ടോ, സൈസ് കൂടുതൽ വരുന്നത് 2004, കുറവ്. കിട്ടിയോ? ഞാൻ അടുത്ത ഷീറ്റിൽ അതേപോലെ എന്ത് ചെയ്യാം? എനിക്ക് കൺട്രി എന്ന് പറയുന്നത് ഞാൻ കോളത്തിൽ കൊടുക്കണു അല്ലെങ്കിൽ റോസിൽ കൊടുക്കണു. ഓരോ കൺട്രി അതിന്റെ എന്ത് വേണം? ഓരോ കൺട്രിയിലും എന്റെ ക്വാണ്ടിറ്റി ഓർഡേർഡ് കാണിക്കണം. ക്വാണ്ടിറ്റി ഓർഡേർഡ് ഞാൻ കൊണ്ടുപോയിട്ട് ഇതിലിടുന്നു, ടെക്സ്റ്റ് ഇട്ടു. ഓരോ കൺട്രിയിലും ക്വാണ്ടിറ്റി ഓർഡേർഡ് കാണിക്കുന്നുണ്ട്. ഞാൻ അതിന് കൺട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ജോഗ്രഫിക്കലി അല്ലേ. അപ്പൊ ഞാൻ മാപ്പുകൾ വർക്കാവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ള കൺട്രിയുടെ മാപ്പുകളാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതലുള്ളതാണ് ഈ ഡാർക്ക് ബ്ലൂവില്. പിന്നെ ലൈറ്റ് ബ്ലൂ കാണിച്ചിരിക്കുന്നത് കുറവ് സെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത്, ക്വാണ്ടിറ്റി ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ്? നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പ്രസന്റേഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൺട്രിയുടെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എവിടെയായിരുന്നു കൺട്രി ടെറിട്ടറി? കളറിൽ കൊടുത്തിട്ടു. കണ്ടോ, ഓരോ കൺട്രിക്കും ഓരോ കളർ വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, എളുപ്പമല്ലേ? ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മെഷർ വാല്യൂസ് എന്ന് പറയുന്ന സംഭവം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിൽ ഒരുപാട് ഡാറ്റ ഉണ്ടല്ലോ. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഒരു പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ മെഷർ വാല്യൂസ് കൊടുത്തു നോക്കാം. പ്രൊഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ കൺട്രി ബേസ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. കൺട്രി കൊടുത്തോട്ടെ. കൺട്രി മെഷർ വാല്യൂസ് കൊടുന്ന ടെക്സ്റ്റിലിടുന്നു. ടെക്സ്റ്റിലിട്ട കുറച്ച് ഹ്യൂജ് ആയി കിടക്കുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് വേണ്ട, മാറ്റാം. മെഷർ വാല്യൂസ് കൊടുന്ന് ഞാൻ ഇവിടെ ഇട്ട് നോക്കിയാലോ. ഓക്കെ, ഇതിൽ ഒക്കെ പലതാ കാണിക്കുന്നത്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാ. ടേബിളിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പൊ എന്തായി? നമുക്ക് ടോട്ടലി ഒരു വലിയ ടേബിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ആസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാൽ ആസ്ട്രേലിയന്റെ ടോട്ടൽ എന്തായിരുന്നു? ടോട്ടൽ കൗണ്ട് ഓഫ് സെയിൽസ് അല്ല, ടോട്ടൽ കൗണ്ട് ഓഫ് നമ്മുടെ ഈ ഡാറ്റയിൽ ആസ്ട്രേലിയ എത്ര പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്? 185 എൻട്രീസ് ആസ്ട്രേലിയനെ കുറിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ MSRP, ഓർഡർ ലൈൻ നമ്പർ, ഓർഡർ എത്രത്തോളം ഉണ്ട്, പ്രൈസ് ഈച്ച് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്,
ക്വാണ്ടിറ്റി ഓർഡേഡ് എത്രത്തോളം ഉണ്ട്, സെയിൽസ് എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഓരോ കൺട്രി വൈസ് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ഡാറ്റേനെ നമുക്ക് ഈ മെഷർ വാല്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എത്രത്തോളമാണ് ഓരോന്നിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഇവിടെ ഞാൻ കൺട്രി ഒന്ന് ചേഞ്ച് ചെയ്യാണ്, കൺട്രി മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഇപ്പൊ കൺട്രി മാറ്റിയപ്പോ എന്തായി, ടോട്ടൽ നമ്മളുടെ സെയിൽസിന്റെ സംതിങ് ഓരോ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര കൗണ്ട് ഉണ്ട് സംതിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. കണ്ടോ, എന്റെ ഓരോ പ്രൊഡക്റ്റും എത്രത്തോളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ഓഫ് സെയിൽസ് ഡാറ്റ സാമ്പിളിൽ എത്ര കൗണ്ട് വന്നിട്ടുണ്ട്, ക്ലാസിക് കാർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന്റെ MSRP എത്രയാണ്, ഓർഡർ ലൈൻ നമ്പർ എത്രയാണ്, ഓർഡർ നമ്പർ എത്രയാണ്, പ്രൈസ് ഈച്ച് എത്ര, ക്വാണ്ടിറ്റി ഓർഡർ എത്ര, സം ഓഫ് സെയിൽസ് വാല്യൂ എത്ര, അങ്ങനെ ഓരോന്നിനും നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ടാബ്ലോ വിഷ്വലൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് ഈ ഗ്രാഫ് വരാത്തത്. ജസ്റ്റ് വേറെ ഒന്ന് നോക്കാം. പ്രൊഡക്റ്റ് ലൈനും സെയിൽസും കണ്ടോ, എന്റെ പ്രൊഡക്റ്റ് ലൈനും സെയിൽസും കൊടുത്തിട്ട് ഞാനിവിടെ ട്രീ മാപ്പ് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു, എന്റെ ഓരോ പ്രൊഡക്റ്റും അതിന്റെ സെയിൽസും അനുസരിച്ചിട്ടുള്ള ബാറുകൾ, നമ്മൾ ബാറിന്റെ കമ്പാരിസൺ കാണിക്കില്ലേ, അതുപോലെ ഏറ്റവും വലുത് ഏറ്റവും ചെറുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോ കണ്ടില്ല, ഇത് കണ്ടു, പക്ഷെ ഈ സ്ക്വയറിലേക്ക് ആക്കുന്ന കണ്ടില്ല. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോ ഇതിങ്ങനെ വന്നു ഇല്ലേ, പ്രൊഡക്റ്റ് ലൈനും സെയിൽസും കൊടുത്തപ്പോ. ഇനി ഞാൻ ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്തോളൂ, അപ്പൊ നമ്മുടെ ഗ്രാഫ് അത് മാറി. കണ്ടോ, നമ്മുടെ ഗ്രാഫ് ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഈ വലിയ ബാർ, ഈ ക്ലാസിക് കാർസ് എന്ന് പറയുന്നതാണ് വലുത്, അതിനേക്കാൾ കുറച്ച് ചെറുത് ഏതാണ് എന്നുള്ളത് കണ്ടോ, അങ്ങനെയായിരിക്കും ഓരോന്നും ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ പേര് മറ്റേ അതിനകത്ത് എത്രാന്ന് വരുന്നത് ലേബൽ കാണിക്കണം അല്ലേ, ഉദാഹരണം പറഞ്ഞാൽ ആ സെയിൽസിന്റെ അവസാനമായിട്ട് ലേബൽ അല്ലേ. ഒന്നും ചെയ്യണ്ട, ഈ കോളത്തിലും റോസുകളാണ് എന്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഡാറ്റ ഇട്ടിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, നമ്മൾ കോളത്തിൽ എന്ത് കൊടുത്തിട്ടു, പ്രൊഡക്റ്റ് ലൈൻ അല്ലേ, പ്രൊഡക്റ്റ് ലൈൻ കൊടുത്തിട്ട് കോളത്തിൽ ഇട്ടു. വന്നില്ല, പ്രൊഡക്റ്റ് ലൈൻ കൊടുത്തിട്ട് ഇവിടെ ഇട്ടു, സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടു. അപ്പൊ അതിന് നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് അവിടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗ്രാഫ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അത് തനിയെ അത് അപ്ലൈ ആയിക്കോളും, അതിന് വേണ്ട രീതിയിൽ അത് ഇവിടെ അപ്ലൈ ആയിക്കോളും. ഇനി ഇതിൽ വല്ല ചേഞ്ചസും വരുത്തണമെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, സെയിൽസ് എന്ന് പറയുന്ന സംഭവം വരുന്നുള്ളൂ. എനിക്ക് അല്ലാതെ അത് കാണിക്കണം എന്ന് വെച്ചെങ്കിൽ സെയിൽസ് കൊടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടാ, ലെവൽസിൽ കൊടുത്തിട്ടാ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഈ സെയിൽസിന്റെ ആ ഒരു എമൗണ്ട് ഇല്ലേ, ഇപ്പൊ 3,90,000 39,19,616. അത് ഇച്ചിരി വലുതാക്കി കാണണമെങ്കിൽ എന്നായിരുന്നു സൈസ്, ഈ എമൗണ്ട് ഒന്ന് വലുതാക്കി കാണാനോ? അതെ. സൈസ് നോക്കട്ടെ, മതിയോ? കണ്ടോ, ഇവിടെ സെറ്റിങ്സ് കണ്ടോ, ലേബൽസ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കണ്ടോ ഫോണ്ട് എന്ന് പറയുന്നത്, അതിൽ പോയിട്ട് വേണമെങ്കിൽ ഈ ഫോണ്ടിന്റെ കളർ മാറ്റാം. അതേപോലെ എന്റെ വേണമെങ്കിൽ ഇപ്പൊ എഴുതിയേക്കുന്നത് ടാബ്ലോ ബുക്ക് എന്ന് പറയുന്ന ഫോണ്ടിലാണ്, അത് ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട ഫോണ്ടിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഈ ടേബിളിന്റെ കളർ മാറ്റാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇച്ചിരി 30,000
എന്തായിരുന്നു? 9:15 കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം മനസ്സിലായി. ഓക്കെ. ഇതുവരെ ഉള്ളതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഉള്ളത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ സെയിൽസിന്റെ മനസ്സിലായി, മറ്റേ അത്ര അങ്ങോട്ട് കാർഡിന്റെ ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, നമുക്ക് സെയിൽസിന്റെ വെച്ചിട്ട് തന്നെ ചെയ്യാം. സെയിൽസ് ആണ് പൊതുവേ എല്ലാവർക്കും യൂസ് ചെയ്യാറ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സെയിൽസ് ആണ് കുറച്ചുകൂടി എളുപ്പം. പക്ഷെ അഖിൽ കുറച്ച് പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഞാൻ ഫിനാൻഷ്യൽ ഡാറ്റ തന്നെ എടുത്തത്. അതും അഖിലിന്റെ ഫീൽഡേ അല്ലാതെ എനിക്ക് എപ്പോഴാണ് മനസ്സിലായി ഓർത്തത്. ഞാൻ ബാങ്കിങ് ഡാറ്റ ആയിരുന്നു യൂസ് ചെയ്തത്. അഖിലിന്റെ ഫീൽഡ് അതല്ല എന്നുള്ളത് ഞാൻ പിന്നെയാണ് ഓർത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽസ് ഡാറ്റ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓക്കെ.